ചന്ദ്രയാൻ 3ന്റെ വിജയത്തിന് ശേഷം ചന്ദ്രോപരിതലത്തിൽ നിന്ന് കല്ലും മണ്ണും കൊണ്ടുവരുവാൻ ലക്ഷ്യമിട്ടുള്ള ISROയുടെ ചന്ദ്രയാൻ 4 ദൗത്യത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ ശുക്ര പര്യവേഷണ പദ്ധതികൾക്കും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാന്റെ ട്രാക്കിംഗ് സ്റ്റേഷൻ സൈറ്റ് ISRO നിശ്ചയിച്ചിട്ടുമുണ്ട്. 3 വർഷത്തിനുള്ളിൽ പ്രാവർത്തികമാക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ചന്ദ്രയാൻ 4ന്റെ ദൗത്യത്തിനായി 2104 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. 5 മോഡ്യൂളുകളിൽ അടങ്ങുന്ന 2 ഭാഗങ്ങളായിട്ടാണ് ദൗത്യം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് കല്ലും മണ്ണും ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുള്ള അസെൻഡർ ഡിസെൻഡർ മോഡ്യൂളുകൾ ഉൾപ്പെടുന്നതാണ് ഈ ഒരു ദൗത്യത്തിന്റെ 1ാം ഭാഗം എന്ന് പറയുന്നത്. പ്രൊപ്പോർഷൻ മോഡിക്യൂൾ ശേഖരിച്ച സാമ്പിളുകൾ സ്വീകരിക്കുന്നതിനുള്ള ട്രാൻസ്ഫർ മോഡിക്യൂൾ സാമ്പിളുകൾ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള റീ എൻട്രി മോഡിക്യൂൾ എന്നിവ ഉൾപ്പെടുന്നതാണ് 2ാം ഭാഗം എന്ന് പറയുന്നത്. ചന്ദ്രഭ്രമണ പഥത്തിൽ വെച്ചുള്ള ഡോക്കിംഗ് അൺഡോക്കിംഗ് പ്രവർത്തനങ്ങൾ ചന്ദ്രയാൻ 4ന്റെ ദൗത്യത്തിന്റെ വലിയ പ്രത്യേകതയാണ്. 2 തവണയായി വിക്ഷേപിക്കുന്ന ദൗത്യത്തിന്റെ 2 ഭാഗവും ചന്ദ്രോപരിതലത്തിൽ വെച്ച് തന്നെ കൂടിച്ചേരുകയും സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കുന്നതിനായി വീണ്ടും വേർപെടുകയും ചെയ്യും. LVM-3, PSLV എന്നീ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും ഈ ദൗത്യങ്ങളുടെയും വിക്ഷേപണം എന്ന് പറയുന്നത്. ആദ്യം ദൗത്യത്തിലെ മോഡിക്യൂൾ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി സാമ്പിളുകൾ ശേഖരിക്കാൻ തുടങ്ങും. തുടർന്ന് അവ 2ാം ദൗത്യത്തിൽ ചന്ദ്രഭ്രമണത്തിലെത്തുന്ന ട്രാൻസ്ഫർ മോഡിക്യൂളിന് കൈമാറും. റീ എൻട്രി മോഡിക്യൂൾ ഭൂമിയിൽ എത്തിക്കുകയും ചെയ്യും. ഗ്രഹാന്തര പര്യവേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ISROയുടെ ശുക്ര ദൗത്യം എന്ന് പറയുന്നത്. വീനസ് ഓർബിറ്റൽ മിഷൻ എന്ന ദൗത്യത്തിന് 1236 കോടി രൂപയാണ് സർക്കാർ നീക്കിവെക്കുന്നത്. ഇതിൽ 824 കോടി രൂപ പേടകം വികസിപ്പിക്കുന്നതിനാണ്. ശുക്രന്റെ ഉപരിതലം, ഭൂഗർഭം, അന്തരീക്ഷ പ്രക്രിയകൾ, ശുക്രന്റെ അന്തരീക്ഷത്തിൽ സൂര്യന്റെ സ്വാധീനം എന്നിവയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കുന്നതിനുള്ള ദൗത്യം 2028 മാർച്ചിൽ വിക്ഷേപിക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ചൊവ്വ ദൗത്യമായ മംഗൾയാൻ അഥവാ മാർസ് ഓർബിറ്റൽ മിഷൻ നവംബർ 5-നാണ് ISRO വിക്ഷേപിച്ചിരുന്നത്. ചൊവ്വയിലെ ജലസാന്നിധ്യം, അന്തരീക്ഷ ഘടന, അണുവികിരണ സാന്നിധ്യം എന്നിവയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു മംഗൾയാന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. 6 മുതൽ 8 മാസം വരെയാണ് മംഗൾയാന് ആയുസ് കരുതിയിരുന്നത്. എന്നാൽ 8 വർഷത്തോളം പേടകം പ്രവർത്തനയോഗ്യമായിരുന്നു. സൗരരഹസ്യം തേടിയുള്ള ആദിത്യ N1 ഇപ്പോഴും ദൗത്യം തുടരുകയാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് വിക്ഷേപിച്ച ആദിത്യ L1 125 ദിവസങ്ങളോളം സഞ്ചരിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ലാഗ്രാഞ്ച് 1 എന്ന ബിന്ദുവിൽ എത്തിയിരുന്നത്. 7 പേലോഡുകളായിരുന്നു സൂര്യരഹസ്യം അനാവരണം ചെയ്യാനും പഠിക്കുന്നതിനുമായി ആദിത്യൻ L1 പേടകത്തിലുണ്ടായിരുന്നത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മോഡിക്യൂൾ പ്രവർത്തനമാക്കാനും മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയൊരു രീതിയിലേക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഘട്ടം ഘട്ടമായിട്ടാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തനമാകുക. 2028 ഡിസംബറോടെ ആദ്യ യൂണിറ്റായ BAS വിക്ഷേപിക്കപ്പെടുന്നുണ്ട്. 8 മനുഷ്യ ബഹിരാകാശ യാത്ര ദൗത്യങ്ങളും പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. നേരത്തെ അനുമതി നൽകിയ പദ്ധതിക്കായി 170 കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിരുന്നു. ഇതോടെ പദ്ധതികൾ മൊത്തം ധനസഹായം 193 കോടി രൂപ വർദ്ധിച്ചിരുന്നു. ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപാണ് ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗൻയാന്റെ ട്രാക്കിംഗ് സ്റ്റേഷൻ സ്ഥലമായ ISRO നിശ്ചയിച്ചിരുന്നത്. ഇവിടെ താൽക്കാലിക ഗ്രൗണ്ട് സ്റ്റേഷൻ ട്രാക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. കൊക്കോസ് ദ്വീപ് സന്ദർശിച്ച ISRO സംഘം ഇത് കൃത്യമായ സ്ഥലമാണെന്ന് ഉറപ്പുവരുത്തിയതായും സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന് ഓസ്ട്രേലിയൻ പ്രോജക്ട് മാനേജറുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓസ്ട്രേലിയൻ സ്പേസ് ഏജൻസി മേധാവി എൻഡിക്കോ പാർലമയോ ഉദ്ധരിച്ചാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരുന്നത്. ഗഗൻയാൻ പ്രചോദനാത്മക ദൗത്യമാണെന്നും ഇക്കാര്യത്തിൽ ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കുമെന്നും പാർലമോ പറഞ്ഞിരുന്നു. ദൗത്യത്തിൽ അപ്രതീക്ഷിതമായി എന്തെങ്കിലും ഉണ്ടായാൽ ISROയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഗഗൻയാൻ ദൗത്യം 2025-ൽ യാഥാർത്ഥ്യമാക്കാനാണ് ISRO ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അതിനു മുന്നോടിയായി ഗഗൻയാൻ 2 എന്നീ 2 ആളില്ലാ പരീക്ഷണ ദൗത്യങ്ങളും ISRO ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് ഈ വർഷം അവസാനം നടക്കും. യഥാർത്ഥ ഗഗൻയാൻ ആദ്യ പേടകത്തിന്റെ അതേ വലിപ്പത്തിലും മാതൃകയിലും ഉള്ളതായിരിക്കും. ഈ വർഷം അവസാനത്തോടെയാണ് ആദ്യ ആളില്ലാ പരീക്ഷണ ദൗത്യം നടത്തുന്നത്. അടുത്ത വർഷം ലക്ഷ്യമിട്ടിരിക്കുന്ന 2ാമത്തെ പരീക്ഷണം റോബോട്ടിക് സ്വഭാവത്തിലുള്ള വ്യോമിത്ര എന്ന ഹ്യൂമനോയിഡ് അയച്ചുകൊണ്ടുള്ളതാണ്. അന്തിമ ദൗത്യത്തിൽ പുറപ്പെടുന്ന ബഹിരാകാശ യാത്രികരുടെ സുരക്ഷ പരിശോധിക്കുന്നതിനാണ് ആദ്യ 2 പരീക്ഷണങ്ങളും നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്.
അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകുന്ന ഈ ഒരു വലിയ പരീക്ഷണം ഇന്ത്യയുടെ ചരിത്രം തന്നെ കുറിക്കുമെന്നതിൽ സംശയമില്ല.